നമസ്കാരം. കേന്ദ്ര ബജറ്റ് വന്നു. രണ്ട് കേന്ദ്രമന്ത്രിമാർ മലയാളികൾക്ക് എന്ത് നേടിത്തന്നു? മനസ്സിലായോ എന്താണെന്ന്? കാഷ്യൂനട്ട് അഥവാ കശുവണ്ടി എന്ന് നമ്മൾ പറയും. ചിലയിടങ്ങളിൽ അണ്ടിപ്പരിപ്പ് എന്ന് പറയും. മറ്റ് ചിലയിടങ്ങളിൽ ഇതിനെ പറങ്കിയണ്ടി എന്ന് പറയും. ചിലർ ഇതിനെ ഷോർട്ട് ഫോം ഇട്ട് നമ്മളെല്ലാവരും പറയാറുണ്ട്, അണ്ടി എന്ന് വിളിക്കാറുണ്ട്. അതേ കിട്ടിയുള്ളൂ. ഏത്? കേരളത്തിന് രണ്ട് കേന്ദ്രമന്ത്രിമാർ നേടിക്കൊണ്ടുവന്ന സാധനമാണ്. എങ്ങനെയുണ്ട്? കടലാമയെ പോലെ ഇരിക്കല്ലേ? അതാണ് ഇങ്ങനെ വെച്ച് നോക്കിയാൽ കടലാമ. യഥാർത്ഥത്തിൽ ഇതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കടലാമയുടെ ഒരു നിരീക്ഷണം ഇതെങ്കിലും തന്നത്. എന്തായാലും നമ്മുടെ നികുതിപ്പണം വാങ്ങി പോക്കറ്റിലിട്ട് നടക്കുന്ന രണ്ട് കേന്ദ്ര വാഴകളെന്ന് വിളിക്കുന്നതിന് ഇനി പ്രശ്നമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒന്നുകിൽ വീടിന് ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ നാടിന് ഗുണം ഉണ്ടാവണം. ഇതിപ്പോൾ വീടിന് നല്ല ഗുണമുണ്ട്. കാര്യം ഈ പൊതുജനങ്ങൾ വെയിൽ കൊണ്ടുണ്ടാക്കുന്ന അവരുടെ വിയർപ്പോഹരിയായിട്ടുള്ള നികുതിപ്പണത്തിലാണല്ലോ രണ്ട് കേന്ദ്രന്മാരും അവരുടെ പോക്കറ്റിൽ നിന്നല്ലല്ലോ, ഈ നാടിൻ്റെ ഖജനാവിൽ നിന്ന് പൈസ എടുത്താണല്ലോ ഇപ്പോൾ ഡീസൽ അടിച്ച് തേരാപ്പാര കേന്ദ്രമന്ത്രിമാരെന്ന പേരിൽ ഉലകം ചുറ്റി നടക്കുന്നത്. ആ ഉലകം ചുറ്റൽ കൊണ്ട് എന്ത് ഗുണം ഉണ്ടായെന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ ബജറ്റിൽ ഈ രണ്ട് ചെറിയ കടലാമ അണ്ടികൾ ഉണ്ടായിരിക്കുന്നത്. കടലാമ അണ്ടികളെങ്കിലും നമുക്ക് നേടിത്തരാൻ കഴിഞ്ഞതിന് അവരെ നമ്മൾ അനുമോദിക്കണ്ടേ, ആദരിക്കണ്ടേ? ഇവിടെ അങ്ങ് ജയിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു കോർപ്പറേഷൻ നേടിക്കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ പ്രിന്റ് ഇറക്കുമെന്നാണ് പറഞ്ഞത്. എത്ര മനോഹരമായിട്ടുള്ള ബ്ലൂ പ്രിൻ്റാണ്. എന്തായാലും ഈ കഴിവുകേടുകളുണ്ടല്ലോ, അതായത് നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഈ ചിലരെയൊക്കെ അടിമകളാക്കി കൊണ്ടിരുത്തും, എന്നിട്ട് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കും അവരാണ് അടിമകൾ. യഥാർത്ഥ അടിമകൾ ആരാണ്? ഈ കാല് നക്കൽ എന്ന് പറയുന്നതാണ് പാരമ്പര്യം, അല്ലെങ്കിൽ കാല് പിടുത്തമാണ്. ഉത്തരേന്ത്യൻ ലോബിയുടെ പുറകിൽ താങ്ങി നടന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം, ഞാനും ഇത് കേൾക്കുന്നവരും നമ്മൾ വാങ്ങുമ്പോൾ കൊടുക്കുന്ന നികുതിപ്പണം നമ്മുടെ നാട്ടിൽ, അതായത് കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ GST എന്ന പേരിൽ കൊടുത്തുവിടുന്ന നികുതി ഈ നാട്ടിലേക്ക് തിരിച്ചു വരണ്ടേ? ഇത്രയും കാലം GST ഇല്ലായിരുന്നു. അവരവരുടെ വരുമാനം മെജോറിറ്റി ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അതുപോരാ, ഒരു രാജ്യം ഒരു നികുതി. അത് കൊണ്ടുപോയതിനു ശേഷം ഈ നാടിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളൊരു വീടെടുത്ത് നോക്കിയേ, 4 അംഗങ്ങളുണ്ടെന്ന് വെച്ചോ. അവർ 4 പേരായിട്ട് കുടുംബങ്ങളായി മാറി താമസിക്കുമ്പോൾ 4 സ്റ്റേറ്റ് പോലെയാണ്. നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. 4 സംസ്ഥാനങ്ങളായി മാറും. അവരവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുമോ, അത് അവരുടെ കുടുംബത്തിന് കിട്ടുമോ? അപ്പോൾ നിങ്ങളുടേതുള്ളത് കൂടി പിടിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ആർക്കാണ്? ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഉദാഹരണം. നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മുടെ വരും തലമുറയ്ക്ക് ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണ്ടേ? അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനം വേണ്ടേ? ഏത് പൈസയ്ക്ക്? എവരുടെ പോക്കറ്റിലുള്ള പൈസയ്ക്കല്ല, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക്. ആ പൈസ തിരിച്ചിവിടെ കൊണ്ടുവരാതെ ഈ ഡയലോഗ് അടിച്ച് നടക്കുന്നു. എയിംസ് കിട്ടിയല്ലോ, അതിവേഗ റെയിൽപാത കിട്ടിയല്ലോ, ഇതൊന്നും മലയാളിക്ക് വേണ്ട. മലയാളി ഈ അണ്ടി പോലെ, കടലാമ അണ്ടി പോലെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പോയാൽ മതി. രാജ്യത്താകമാനം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിന് ഇവർ ചെയ്യുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളുണ്ട്. കേരളം വലിയ പുരോഗതിയിലാണ്. അതിനെ എന്ത് ചെയ്യണം? തകർത്ത് നാമാവിശേഷമാക്കണം. എങ്ങനെ? നമ്മുടെ പണം തന്നെ പിടുങ്ങിക്കൊണ്ടുപോയി ഈ നാടിന് ചെലവാക്കേണ്ട പൈസ മുഴുവൻ കൊള്ളയടിച്ചെടുത്തിട്ട്, ഏതിൻ്റെ പേരിൽ? നികുതിയുടെ പേരിൽ കൊള്ളയടിച്ചെടുത്തതിന് ശേഷം 2 കേന്ദ്രവാഴകളെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അവർ ഇവിടെ രാഷ്ട്രീയം പറയുന്നതിൽ നമുക്കെതിരല്ല. പക്ഷേ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയാൽ ഈ നാടിന് വേണ്ടി നിലയുറപ്പിക്കേണ്ടവരാകണ്ടേ? ഒരു MBA കൊടുത്താൽ വികസനങ്ങളുടെ കുതിപ്പായിരിക്കും. എന്തെങ്കിലും നടന്നു? അറ്റ്ലീസ്റ്റ് ആ തൃശ്ശൂർ മണ്ഡലത്തിലെങ്കിലും ഏതെങ്കിലും ഒരു വികസനത്തിന്റെ പേര് പറയാനുണ്ടോ? ഇനി കോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വികസനത്തിന്റെ പിന്നെ വലിയ കുത്തൊഴുക്കാണ്. എന്ത് കിട്ടി? ഇത് തന്നെയാണ് കിട്ടിയത്, മറ്റൊന്നും കിട്ടിയില്ല. നാണവും മാനവും ഉണ്ടോ നമ്മുടെ നാട്ടിലെ ഈ സംഘപരിവാറുകാരായിട്ട് ജീവിക്കാനായിട്ട്? നമ്മുടെ നാടിൻ്റെ മനുഷ്യരുടെ കഷ്ടപ്പാടിൽ ഉണ്ടാക്കുന്ന നികുതിപ്പണത്തെ ഉത്തരേന്ത്യൻ ലോബി കൊള്ളയടിച്ചുകൊണ്ടുപോയി അവരുടെ നാട് നന്നാക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് കീജയ് വിളിക്കുകയാണ്. ഇതിവിടെ കിട്ടാത്തതിനൊക്കെ അവർ പറയുന്നത് കേട്ടിട്ട് പഞ്ചപുച്ഛമടക്കി നടക്കാൻ മലയാളി എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അന്തസ്സുണ്ടോ? ഇവിടെ നിന്ന് 2 പേരെ അവിടെ അടിമകളാക്കി ജയിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. ഒരു ചുക്കും ചെയ്യാതെ അവിടെ പോയി അവരുടെ പൃഷ്ഠവും ആസനവും താങ്ങി ഇരുന്നതിന് ശേഷം ഇവിടെ മതവർഗീയത പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ കൂടി ശ്രമിക്കുകയാണ്. ഡയലോഗ് അടികൾക്കപ്പുറം മലയാളികൾക്ക് മാത്രമാണ് നഷ്ടമുണ്ടാകുന്നത്. ഇന്ന് നടക്കാത്തത് ബാക്കിയുള്ള എല്ലായിടങ്ങളിൽ വന്നതിന് ശേഷം നമ്മൾ അവിടെ നോക്കിയിരുന്ന് അയ്യോ അത് കൊള്ളാമെന്ന് പറയുന്നതാകണം ഈ നാട്ടിലെ ജനങ്ങളെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും മലയാളികളെ, ഇങ്ങനെ നമ്മളെ പരിഹസിക്കുന്ന ഒരു ബജറ്റ് നമ്മുടെ പണം വാങ്ങി കൈവച്ചതിന് ശേഷം നമുക്ക് തിരിച്ചെടുത്ത് 2 കേന്ദ്രമന്ത്രിമാരിലൂടെ ഇങ്ങനെയുള്ള അണ്ടിയോജനകൾ നടത്തുമ്പോൾ അതിനെതിരെ വാ തുറന്നൊന്ന് പ്രതികരിക്കാൻ തയ്യാറാകും
ഉണ്ടാകൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തനവും ഒരു ശേഷിയോ ഇല്ലാത്ത ഈ നാടിന് വേണ്ടി 10 പൈസയുടെ ഗുണമുണ്ടാകാത്ത കേന്ദ്രമന്ത്രിമാർ നമുക്ക് എന്തിനാണ്? നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഇവരെ പോറ്റേണ്ട കാര്യമുണ്ടോ? ചിന്തിക്കൂ, അതിനെ സംബന്ധിച്ച് പ്രതികരിക്കൂ.